പിന്നെ ഈ പുതിയ തലമുറയിലെ കുട്ടികളോടൊരു കാര്യം കൂടി പറയാൻ, പഴയ തലമുറയേക്കാൾ ഒരുപാട് കഴിവുള്ളവരാണ് നിങ്ങൾ എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും കഴിവുകെട്ടവരല്ല, നിങ്ങൾ പഴമക്കാരേക്കാൾ കഴിവ് ഉള്ളവരാണ്. കഴിഞ്ഞ 40 വർഷമായി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി നമ്മൾ കാണുന്നവരാകില്ല ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് 40 വർഷമായി 65,000 കോടിയാണെങ്കിൽ, ഉദാഹരണം പറയാണ്, 4 വർഷം മുമ്പ് വെറും ട്യൂഷൻ മാഷായിരുന്ന ആള്, ബൈജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും, ഏകദേശം 1.5 ലക്ഷം 1.25 ലക്ഷം കോടിയുടെ അവസ്ഥയിലേക്ക് ഒരു ബിസിനസ്സുകാരനാവുകയാണ്. അദ്ദേഹം നടത്തിയത് ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, മറ്റാൾ നടത്തിയത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞാൻ വ്യക്തികളുടെ പേര് പറയുകയല്ല. അതുകൊണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാലത്താണ് ഇനി നമ്മൾ ജീവിക്കുന്നത്. ബുദ്ധിയെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട കുറുക്കോളി മൊയ്തീൻ സാഹിബിനോട്, എൻ്റെ പ്രിയപ്പെട്ട MLA-യോട് ഭാവിയിലൊരു പദ്ധതിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള PKMHS സ്കൂൾ, നമ്മുടെ പിന്നെ ഇവിടുത്തെ സ്കൂളാകട്ടെ, കളിപ്പഞ്ചേരി സ്കൂളാകട്ടെ, ഇവിടെ കുറേ സ്കൂളുകളുണ്ടല്ലോ, ആ സ്കൂളുകളിലൊക്കെ പരസ്യമായി പറയുന്നുണ്ടെന്ന് തോന്നരുതിട്ട്, എൻ്റെ മനസ്സിൽ വന്നപ്പോൾ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ സ്കൂളിലെ കുട്ടികൾ എവിടെ ഇരിക്കുന്ന ഈ +2കാരൊക്കെ അല്ലെങ്കിൽ SSLC-കാരൊക്കെ, ഇവർക്കോരോ ലാപ്ടോപ്പും കൊടുത്തിട്ട്, ഓരോ കുട്ടികൾക്ക് 4 കുട്ടികൾക്കൊരു ഗ്രൂപ്പും കൊടുത്തിട്ട് ലാപ്ടോപ്പും കൊടുത്തിട്ട് അവർക്ക് ചില ആപ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പുതിയ സാധനങ്ങൾ കണ്ടെത്താൻ പറഞ്ഞാൽ ഒരു പക്ഷേ അഭിനവ സയൻറ്റിസ്റ്റുകളെക്കാൾ കൂടുതലായി ഈ കുട്ടികൾ കണ്ടെത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മളിപ്പോൾ പല രാജ്യങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ 10ാം ക്ലാസ്സുകാർക്ക് പ്രൊജക്റ്റ് ഇതാണ്. ആരാ കൊടുക്കുന്നതെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ്. കാരണം 1000 കുട്ടികൾക്ക് ഇത് കൊടുത്താൽ, 1000 കുട്ടികൾക്കാകെ 100 കമ്പ്യൂട്ടർ കൊടുത്താൽ മതി. 100 കമ്പ്യൂട്ടർ കൊടുത്തിട്ട് അതിൽ 1000 കുട്ടികളെ പണിയെടുക്കുന്നത്. അങ്ങനെ പണിയെടുത്ത് ഒരു കമ്പ്യൂട്ടർ 10 കുട്ടികൾക്കാണ്. അപ്പോൾ 100 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 1000 കുട്ടികൾ, അങ്ങനെ തന്നെയല്ലേ വരിക? 1000 കുട്ടികളായി. 1000 കുട്ടികളെങ്ങാനും ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന സാധനം, അതിന് സ്കെയിലപ്പ് എന്നും സ്റ്റാർട്ടപ്പ് എന്നും പേര് കൊടുക്കാം. ഇപ്പോൾ സ്കെയിലപ്പ് വേറെ, സ്റ്റാർട്ടപ്പ് വേറെ. സ്റ്റാർട്ടപ്പിലേക്ക് കൊണ്ടുപോയാൽ, ഈ സ്റ്റാർട്ടപ്പിൽ ഞാൻ പറയുന്നു, 1000 കുട്ടികൾ ഒരു ഐഡിയ കൊണ്ടുവന്നാൽ, പുറത്തൊക്കെ ഇപ്പോൾ കുട്ടികൾ ഐഡിയാസ് കൊണ്ടുവരുന്നത്, ഐഡിയ കൊണ്ടുവന്നാൽ അതിൽ 2 കുട്ടിയുടേത് സക്സസ് ആയാൽ മതി. 200 കോടി 500 കോടിയൊക്കെയാണ് ഏഞ്ചൽ ഫണ്ടായിട്ട് മൾട്ടിനാഷണൽ കമ്പനി കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതാ വെറുതെ കഥ പറയുകയല്ല. നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് പുറം രാജ്യങ്ങളിലൊക്കെ ഇത്രമാത്രം പ്രതിഭയില്ലാത്ത കുട്ടികൾക്ക് വരെ സത്യത്തിൽ ഇത്തരത്തിലുള്ള ജൈജാൻറ്റിക്കായിട്ടുള്ള ഫിഗേഴ്സ് കൊടുക്കുന്ന കമ്പനികൾ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാറിൻ്റെ ഡിസൈൻ എഞ്ചിനീയേഴ്സ് വരയ്ക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഭാവിയിലുള്ളതിനെ കുറിച്ചിട്ട് ഈ അടുത്തിടെ ഒരു പ്രൊജക്റ്റ്, ഒരു കുട്ടിയുടെ, ചെറിയ കുട്ടിയുടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, 13 വയസ്സായ ഒരു കുട്ടിയെ IIT-യിലേക്ക് സെലക്ട് ചെയ്തത്. അവൻ്റെ പ്രൊജക്റ്റ് എന്തായിരുന്നു എന്നറിയോ? ഇത്രയും എല്ലാം കഴിഞ്ഞിട്ടും ഈ കുട്ടിയുടെ പ്രൊജക്റ്റിലേക്ക് അവിടുത്തെ എഞ്ചിനീയേഴ്സിന് എത്താൻ പറ്റിയിട്ടില്ല. എന്തിനാണ് ഈ റോഡ് ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഈ പാലം ഉണ്ടാക്കുന്നത്? ഇതായിരുന്നു അവൻ്റെ ചോദ്യം. വയസ്സ് 13 എന്തുകൊണ്ട് നമുക്ക് ബലൂൺ വികസിപ്പിച്ചുകൂടാ? ആ ബലൂണിൽ എന്തുകൊണ്ട് നമുക്ക് ആപ്പ് ഘടിപ്പിച്ചുകൂടാ? പൊട്ടാത്ത ബലൂൺ ഉണ്ടല്ലോ നമ്മുടെ പാരച്യൂട്ട് പോലെ, അത് ഘടിപ്പിച്ചിട്ട്, അത് 10 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ഇത് വികസിപ്പിക്കാൻ പറ്റും. ആപ്പ് ഘടിപ്പിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക്, അപ്പോൾ എറണാകുളത്തേക്ക് പോകേണ്ടി വന്നാൽ ആപ്പിൽ വെച്ചിട്ട് അവിടെ എത്തിച്ചിട്ട്, അവിടെ എത്തുന്നത്, അപ്പോൾ ആക്സിഡൻറ്റ് റേഷ്യോ, ആ കുട്ടി എഴുതിയതാണ്, ആക്സിഡൻറ്റ് റേഷ്യോ 0 എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടിയാൽ അപകടം ഉണ്ടാകില്ല. തന്നെയുമല്ല, റോഡുകൾ വേണ്ട, തോടുകൾ വേണ്ട, ഒരു പെർമിഷൻ മാത്രം മതി. ഈ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചു. ഇത് എവിടെ നിന്ന് കിട്ടി? ആ കുട്ടി ഒരിക്കൽ ചൈനയിൽ അച്ഛൻ്റെ കൂടെ പോയപ്പോൾ അവിടെ ബലൂണ് പറക്കുന്നത് കണ്ടപ്പോൾ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കൊടുത്ത പ്രൊജക്റ്റാണ്. നമ്മളെ കുട്ടികളുടെ തലയിൽ വലിയവർക്കില്ലാത്ത പ്രൊജക്റ്റുകളുണ്ട്. എന്ന് വെച്ചാൽ 40 വർഷമായിട്ട് സമ്പത്തുണ്ടാക്കുന്നവരെക്കാൾ 4 വർഷം കൊണ്ട് ഇതുണ്ടാക്കാൻ കഴിവുള്ളവരാണ് പുതിയ തലമുറയിലെ കുട്ടികൾ എന്ന അർത്ഥത്തിൽ ഈ കുട്ടികൾ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുത്ത് ആദരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഭാവിയിൽ എവിടെയെങ്കിലും എത്തലല്ല. ചില കുട്ടികൾ പാരാമെഡിക്കൽ കോഴ്സാണ് ലക്ഷ്യം വെക്കുക. ലക്ഷ്യം വെച്ചോളൂ, പാരാമെഡിക്കൽ കോഴ്സൊക്കെ നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും നല്ല കോഴ്സായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇന്നും ബിഫാമും അതേപോലെ തന്നെ റേഡിയോളജിയും അതേപോലെ തന്നെ മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ MBBS കഴിഞ്ഞവരും കൂടി ചെയ്യുന്ന സാധനമാണ്. ചിലർ അനസ്തേഷ്യനിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് പോകും. BSc അനസ്തേഷ്യനിസ്റ്റിനെ കൊണ്ട് നമ്മളൊരിക്കലും എന്താക്കാറില്ല, നമ്മളെ ഏതെങ്കിലും വൈഫിൻ്റെ ഓപ്പറേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷനോ ഒരു BSc അനസ്തേഷ്യനിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കൂല. അത് MBBS-ഉം MD-യും DM ഒക്കെ ഉള്ള ആളുകൾ മാത്രമേ ഈ അനസ്തേഷ്യ ചെയ്യാറുള്ളൂ. ഇതുപോലും ചിന്തിക്കാതെയാണ് കുട്ടികൾ, അങ്ങനത്തെ കോഴ്സ് നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം, ഇതുപോലും അറിയാതെയാണ് നമ്മുടെ കുട്ടികൾ എന്താക്കുന്നത്, ഇത്തരം കോഴ്സുകളിലേക്ക് ചെല്ലുന്നത്. എന്നാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബിഫാം നല്ല ഡിഗ്നിറ്റി കോഴ്സാണ്. ഇതൊക്കെ ഡിഗ്നിറ്റി കോഴ്സ് തന്നെയാണ്. അതേപോലെ തന്നെ BSc നഴ്സിംഗ് ഇന്നും ലോകത്തിൽ എല്ലായിടത്തും ഇന്ത്യൻസിനെ പ്രത്യേകിച്ച് അവർ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്ത്യൻസിനെ പ്രത്യേകിച്ചും. കാരണം ഇന്ത്യക്കാരുടെ പ്രത്യേകത ഏകദേശം 5000 കൊല്ലത്തിൻ്റെ പഴക്കമുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് കൊണ്ട് ഹെറിഡിറ്റോറിയലായി, പാരമ്പര്യമായി എല്ലാവരെയും മാനേജ് ചെയ്യാനുള്ള
കപ്പാസിറ്റി കൂടുതലാണ്. എസ്പെഷ്യലി കേരളീസ്. മറ്റുള്ളവരൊക്കെ ജോലി ചെയ്യുമ്പോൾ കേരളക്കാർ ജോലി ചെയ്യിപ്പിക്കാൻ നല്ല കഴിവുള്ളവരാണ് എന്നിടത്താണ് നിൽക്കുന്നത്. പണ്ടത്തെ ഒരു കഥയുണ്ടല്ലോ, അതുകൊണ്ട് ബഹിരാകാശത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ആദ്യം മദ്രാസുകാരനെ ഇൻ്റർവ്യൂ ചെയ്ത കഥ. അദ്ദേഹം ആവശ്യപ്പെട്ടത് ആ ബഹിരാകാശത്തേക്ക് പോകുന്നതിൽ കൂടെ പോവുകയാണെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപ തരണം എന്നാണ് പറഞ്ഞത്. ശരി, 50 ലക്ഷം അയാളെ വിട്ടു. പിന്നെ ബോംബെക്കാരനെ വിളിച്ചു. ബോംബെക്കാരൻ പറഞ്ഞു 1 കോടി തരണമെന്ന്, എൻ്റെ വീട്ടിലേക്ക് കൊടുത്താലേ ഞാൻ ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുമെന്ന്. എന്നാൽ പിന്നെ മലയാളിയാണ് വന്നത്. കേരളക്കാരൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് 1.5 കോടി തരണം എന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു അവരൊക്കെ 50 ലക്ഷമല്ലേ പറഞ്ഞത്, നീ എന്തിനാ 1.5 കോടി? നിങ്ങൾക്ക് 50 ലക്ഷം തരാമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോടാണ് പറഞ്ഞത്. സിംഗിൾ ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾക്ക് 50 തരാം. അങ്ങനെ 50 കൊടുത്ത്. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് ഈ പോയ ആളുണ്ട് ടൗണിൽ നടക്കുന്നത്. അപ്പോൾ അയാളെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് മറ്റുള്ളവരല്ലേ ചെയ്യുക. അയാളെ വിളിച്ച് നിങ്ങൾ എൻ്റെ പണി കളിയല്ലോ. അത് പറഞ്ഞു അത് ഞാൻ മദ്രാസിനെ വിട്ടു എന്ന് പറഞ്ഞു. മദ്രാസിക്ക് 50 ലക്ഷം കൊടുത്ത് വിട്ടു. ഇയാൾക്ക് 50 ലക്ഷം കൊടുത്തിട്ട് കീഴടക്കി 50 ലക്ഷം സ്വകാര്യത്തിൽ എന്താക്കി അവനിലേക്ക് പോന്നു. ഇതാണ് മലയാളി എന്നതാണ്. അതുകൊണ്ട് മലയാളികൾക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാനും നല്ല ട്രിക്ക് ഉണ്ടാക്കാനും ഉപയോഗിക്കാനും കഴിവുണ്ട് എന്ന് സ്വാഭാവികമായ ഒരു വിലയിരുത്തലുണ്ട്. ഇപ്പോൾ UAE നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിൻ്റെ ഹബ്ബായി ഇന്ന് UAE മാറി. അതിനൊരു കാരണമുണ്ട്. കൊറോണ കൊണ്ട് ഫ്രാൻസും അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്തപ്പോൾ UAE മാത്രമാണ് ഓപ്പൺ ആക്കിയത്. അതുകൊണ്ട് UAE ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. അവിടെയും മലയാളികളാണ് ഏറ്റവും കൂടുതലായിട്ട് കസർത്തുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. എവിടെ പോയാലും അങ്ങനെയാണ്. നമ്മൾ ഇതേപോലെ തന്നെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യത്ത് പോയപ്പോൾ അവിടെ സൈക്കോളജിസ്റ്റുകളുടെ ഹെഡും സൈക്കാട്രിസ്റ്റിൻ്റെ ഹെഡുമായിട്ട് ഇരിക്കുന്നത് ഒരു മലയാളിയായ ഒരു ഗോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ലണ്ടൻ സിറ്റിയിലെ സൈക്കോളജിസ്റ്റുകളുടെ ഹെഡ് മലയാളിയായ ഗോപാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് മലയാളികൾക്ക് അത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ ഓരോരുത്തരും കൃത്യമായ വിഷനോടെ എയിം ദ സ്കൈ യു കാൻ റീച്ച് ഓൺ ദ ടോപ്പ് ഓഫ് ദി ട്രീ. ഇഫ് യു എയിം ദ ട്രീ യു കാൻ ലേ ഓൺ ദി എർത്ത്. ആകാശം ലക്ഷ്യമാക്കിയാലേ മരത്തിൻ്റെ മുകളിലെങ്കിലും എത്താൻ പറ്റൂ. വെറും മരത്തിൻ്റെ മുകളാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ താഴത്ത് തന്നെ കിടക്കേണ്ടി വരുമെന്നതാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ടോപ്പ് റേഞ്ചിലേക്ക് തന്നെ എത്തണം. അതിൽ ഏറ്റവും സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. അതിലേറ്റവും ടോപ്പ് റേഞ്ചായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന്, വിദേശ രാജ്യങ്ങളിലെ ഏറ്റവും ടോപ്പ് റേഞ്ചുള്ള യൂണിവേഴ്സിറ്റിയിൽ എത്തുക എന്നതാണ്. അല്ലാതെ നമ്മൾ ഇവിടെ ഇട്ടിട്ട് ആളുകൾ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരും. വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഞാൻ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലർ പറയാറുണ്ട് മൂപ്പര് പിന്നെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അതേ പറയാറ്. അങ്ങനെ പറഞ്ഞ് എത്തണം. കോട്ടയം ജില്ലക്കാർ എത്തി, മറ്റുള്ള ജില്ലക്കാരെത്തി, മലപ്പുറം ഇപ്പോഴും പിന്നിലാണ്. അതുകൊണ്ട് നമ്മളൊക്കെയും ആദ്യം നമ്മളൊരു ശശി തരൂരിനെ ചൂണ്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചൂണ്ടി ഇത് ഇദ്ദേഹം അവിടെ നിന്നുള്ള പ്രൊഡക്റ്റാണ് ഇവിടെ നിന്നുള്ള പ്രൊഡക്റ്റാണ് എന്നല്ല. ഭാവിയിൽ ഇതായി തിരൂർ മണ്ഡലത്തെ ചൂണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളെ ചൂണ്ടിയിട്ട് നാളെയുടെ ലോകം പറയണം, ദാ ഇവൻ ഓക്സ്ഫോർഡിന്റെ സന്തതിയാണ്, ഇവൻ കാംബ്രിഡ്ജിന്റെ സന്തതിയാണ്, ഇവൻ ടെക്സസിന്റെ സന്തതിയാണ്, ഇവൻ ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ സന്തതിയാണ്, ഇവൻ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ സന്തതിയാണ് എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ പഠിച്ചെത്തണം. നിങ്ങൾ ഡൽഹിയെ പഠിച്ചോ. ഡൽഹിയിൽ പോകുന്ന സമയത്ത് അവിടെ നെഹ്റു കുടുംബം, ഗാന്ധി കുടുംബം, പട്ടാൻസ് കുടുംബം, റെഡ്ഡി കുടുംബം, ഗാന്ധി കുടുംബം, ഏത് കുടുംബത്തെടുത്താലും ഇവരൊക്കെ പോകുന്നത് പഠിക്കാൻ അങ്ങോട്ടാണ്. പണ്ടേ പോയതും അങ്ങോട്ടാണ്. നെഹ്റു പഠിച്ചത് അവിടെയാണ്. അപ്പോൾ അതിനൊക്കെ കുറേ പൈസ വേണ്ടേ നിങ്ങൾ ചോദിക്കും. പൈസ വേണ്ട. അതിൻ്റെ റേഞ്ച് ഒന്ന് നോക്ക് നിങ്ങൾ. 6 സ്റ്റെപ്പാണ് അതിലേക്ക് കയറാനുള്ളത്. 6 സ്റ്റെപ്പ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കിക്കോ. എല്ലാം നമ്മുടെ ബുദ്ധിയെയും അറിവിനെയും ഇട്ട് ഉരുട്ടലാണ്. സ്റ്റൈപ്പൻഡോട് കൂടി സ്കോളർഷിപ്പോട് കൂട്ടിയും അവിടെ പഠിക്കാം. ഫീസ് അടച്ചിട്ട് പഠിക്കാൻ പോയാൽ ചിലപ്പോൾ നമ്മൾ തറവാട് വിൽക്കേണ്ടി വരും. ഫീസ് അടക്കാതെ കുറച്ചൊക്കെ അടച്ചിട്ട് പഠിക്കലാണ് നിങ്ങളുടെ ദൗത്യമെങ്കിൽ അതും നടക്കുന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളതിനെ കൂടുതൽ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ ഏറ്റവും മനോഹരമായ 2 വർഷം കഴിഞ്ഞു പോയത് കൊറോണ മാറ്റിവെച്ചാൽ. കാരണം വിദേശ രാജ്യങ്ങളുടെ നേരിട്ട് പോയി ചെയ്യേണ്ടിയിരുന്ന കോഴ്സ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരുന്ന 2 കൊല്ലമാണ് ഈ കഴിഞ്ഞു പോയത്. അതൊക്കെ നമ്മൾ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് സയൻസ് ചെയ്യുന്നവരങ്ങനെ, കൊമേഴ്സ് ചെയ്യുന്നവരങ്ങനെ, ഹ്യൂമാനിറ്റീസ്. ഇവിടെ ഹ്യൂമാനിറ്റീസുകാരുണ്ടെങ്കിൽ ഒരു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാൻ, ഈ ലോകത്തിൽ PhD എടുക്കാൻ, റിസർച്ച് എടുക്കാൻ ഹ്യൂമാനിറ്റീസിനെ പോലെ വിശാലതയുള്ള ഒരു സബ്ജക്റ്റും ഇല്ല. എല്ലാറ്റിലും PhD ആണ്. ഇപ്പോൾ ഹാഫിസ് മുഹമ്മദ് സാർ ഒരിക്കലും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെടുത്തത് ബസ്റ്റ് ചെയ്ത് വെക്കും. കൂടുതൽ പരിചയമുണ്ടെങ്കിൽ അവൻ്റെ കൈയെടുത്തിട്ട് നമ്മളെ മടിയിലേക്ക് വെക്കും. ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണ്? ആ ചെറിയ ചിന്തയിൽ നിന്നാണ് ഒരാൾ PhD ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ്, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഹുദവിയാണ്. അദ്ദേഹം നെതർലാൻഡ്സിൽ PhD നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. 1.5 കോടി രൂപ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വാങ്ങിയിട്ട്, 1.5 കോടി പത്രങ്ങൾ എഴുതിയിരുന്നു, 1.5 കോടി ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടാണ്. അങ്ങനത്തെ ചിന്തകളൊക്കെ ചിന്തിച്ചേ പറ്റൂ. പിന്നെ രണ്ടാമത്തെ ചിന്ത സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള നിങ്ങളുടെ പോക്കാണ്. JNU ആകട്ടെ, അലിഗഡ് ആകട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകട്ടെ, അങ്ങോട്ട്. അത് രണ്ടാമത്തെ ഒരു ചിന്തയായി നിങ്ങൾ വെക്കണം. സ്കോളേഴ്സായിട്ട് അവിടുന്ന് തിരിച്ചു വരണം. മൂന്നാമത്തെ ചിന്തയാണ് എന്താകേണ്ടത്? നമ്മൾ
ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അതിലേക്ക് വരിക. UPSC PSC എന്നതിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇത്തരം സ്ഥലത്ത് നിന്ന് ഡിഗ്രികളും PGകളൊക്കെ കരസ്ഥമാക്കിയിട്ടാണ് UPSCയുടെ CSEയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത്. അതിൽ പ്രധാനമായിട്ടും CSE സിവിൽ സർവീസ് എക്സാമിനേഷൻ, അതിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ അതിലേക്ക് നമ്മൾ പോവുക. അത് സയൻസുകാർക്ക് പോകാം, ഹ്യൂമാനിറ്റീസുകാർക്ക് പോകാം, അതേപോലെ തന്നെ നമ്മുടെ കൊമേഴ്സുകാർക്കും പോകാം.